ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ നമ്മൾ മാംഗ്ലൂർക്ക് വൺ ഡേ ട്രിപ്പ് പോയ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ട്രെയിൻ ഇറങ്ങിയിട്ട് പോയത് ഉള്ളാൽ ദർഗ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദർഗയിലേക്കാണ് കേട്ടോ. അവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അതുപോലെ ഈ പ്രാക്കളൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ പറക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഒരു ഭയങ്കര മനസ്സിനൊരു സന്തോഷം തോന്നി കേട്ടോ. നമ്മളവിടെ ഫ്രഷ് ആയൊക്കെ ചെയ്തു. പിന്നെ അവിടുന്ന് നേരെ പോയത് നമ്മൾ പിലിക്കുല ബയോളജിക്കൽ പാർക്കിലേക്കാണ് കേട്ടോ. അവിടെ ധാരാളം മൃഗങ്ങളും പക്ഷികളൊക്കെ കാണാനുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരുപാട് നടന്ന് കാണാനുണ്ട്. നമുക്ക് ആകെ ഒരു 8 കിലോമീറ്ററൊക്കെ ഉള്ളൂ തോന്നുന്ന സ്റ്റേഷനിൽ നിന്ന് അവിടെ എത്താനായിട്ട്. അവിടെ നടക്കാൻ കഴിയാത്തവർക്ക് വേണമെങ്കിൽ സൂവിൻ്റെ ഉള്ളിൽ കൂടെ പോകാനുള്ള വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരുപാട് നടന്ന് കണ്ടു. ഞങ്ങൾ നടന്നാണ് പോയത്. ഓരോന്നോരോന്ന് ആസ്വദിച്ച് നടന്ന് അങ്ങനെ കാണാൻ ചെയ്തത്. ഇതാ നമ്മുടെ ലാഫിങ് ഹൈന ഓടി നടക്കണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇതൊക്കെ ശരിക്കും നമ്മളെ അടുത്തുനിന്ന് ഇങ്ങനെ കാണുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മളടുത്തു കൂടി ഓടുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെ നടന്ന് ഒരുപാട് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ സൂന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം നമ്മൾ പോയത് വിവേകാനന്ദ പ്ലാനറ്റോറിയത്തിലേക്കാണ്. അവിടുത്തെ ആ ഒരു ഷോ എന്ന് പറഞ്ഞത് അത് ഭയങ്കര അടിപൊളിയായിട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല. നമുക്കിവിടെ ഒരുപാട് എക്സ്പെൻസീവ് ഒന്നുമില്ല, അധികം ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ സയൻസ് മ്യൂസിയം, കുട്ടികളൊക്കെ കൊണ്ടുവന്നാൽ അവർക്ക് പഠിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. നല്ല ഗാർഡനും നമുക്ക് നടന്ന് ആസ്വദിച്ച് കാണാനും മാത്രമുണ്ട് കേട്ടോ. ഒരുപാട് ടിക്കറ്റൊന്നും ഇവിടെ ഇല്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ മംഗലാപുരം പോയ ട്രിപ്പ് എന്ന് പറഞ്ഞത് എനിക്ക് നന്നായി മുതലായി. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. മിസ് ചെയ്യാതെ നിങ്ങളും പോവുക, കാണുക. അടുത്തത് നമ്മൾ അവരുടെ വണ്ടിയിലാണ് കേട്ടോ നമ്മൾ പോവുക. അപ്പോൾ ഒരു പഴയൊരു മന, അതിൻ്റെ പേരാണ് ഗുത്തുമനി. അങ്ങനെയാണ് നമ്മൾ പോയത്. അപ്പോൾ ഇതാണ് ആ ഗുത്തുമനി കേട്ടോ. ഇവിടെ ഒക്കെ നല്ല ഒരു പഴയ ഒരു ഫീലാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ കുട്ടികളൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവരൊക്കെ ശരിക്കും അത്ഭുതത്തോടെ നോക്കി കണ്ടു. ഇവിടെ ഗുത്തുമനയിലും തന്നെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. നമ്മൾ കാണാത്ത കാഴ്ചകളാണ്, പഴയ കാലങ്ങളിലെ കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. എന്തായാലും നമുക്ക് ഇവിടെ ഒരുപാട് കാണാനുണ്ട്. ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഗുത്തുമനയിൽ ഒരുപാട് കണ്ടു കേട്ടോ. ഒരുപാട് കാണാനുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ ഒരുപാട് കണ്ട് അവിടുന്ന് ഇറങ്ങി അവരുടെ വണ്ടിയിൽ നമ്മൾ ലേക്ക് ഗാർഡനിൽ കൊണ്ടുപോയി. അങ്ങനെ ഇവിടെയും ഒരുപാട് കാണാനുണ്ടായിരുന്നു. ഭംഗിയുള്ള ഒരുപാട് പൂക്കളും ചെടികളും നല്ല ഭംഗിയുള്ള ലേക്ക് ഗാർഡനിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. നമ്മൾ കുറച്ച് നേരം അവിടെ അങ്ങനെ നടന്ന് ഒക്കെ കണ്ട് ആസ്വദിച്ചു. പിന്നെ അവിടെ ഈ ചെറിയൊരു അക്വേറിയം ഉണ്ട് കേട്ടോ. അത് ചെറുതാണ്, കുട്ടികൾക്ക് കാണാൻ നല്ല ഭംഗിയാണ്. അത്ര വലുതായിട്ടൊന്നുമില്ല. അങ്ങനെ വൺ ഡേ ട്രിപ്പ് നമ്മളുടെ ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടൊരു യാത്രയായിരുന്നു കേട്ടോ. 4:30ക്കാണ് നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. രാത്രി നമ്മൾ പാലക്കാട് നിന്ന് മംഗലാപുരം പോയി. രാവിലെ അവിടെ ഇറങ്ങി 10 മണിക്കാണ് നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ എത്തിയത്. നമുക്ക് അധികമൊന്നും യാത്ര ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മൾ ട്രെയിനിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് പിന്നെ അവരുടെ വണ്ടിയിലാണ് നമ്മളെല്ലായിടത്തേക്കും കൊണ്ടുപോയത്. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.